കഴിഞ്ഞാൽ അവന്റെ മുഖത്തിലിട്ട് ഞാൻ ആദ്യം അങ്ങനെ ഒരു സാധനം ഇല്ല. ഇനി ഉണ്ടെങ്കിൽ, ഇനി അഥവാ ഉണ്ടെങ്കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അടി ഉറപ്പാണ്. ഒരിക്കലും ഒരു ദൈവം വിചാരിച്ചാൽ പോലും ഏതെങ്കിലും ഈ ദൈവം എന്ന് പറയുന്ന ഈ ശവം വിചാരിച്ചാൽ എന്റെ സമയം എനിക്ക് തിരിച്ചു തരാൻ പറ്റുമോ? പറ്റില്ല. ഇവനൊന്നും എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ നല്ല പ്രായവും ഞാൻ നന്നായിട്ട് നിൽക്കണ്ട, ഞാൻ ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്ത് നിൽക്കണ്ട, ഏറ്റവും കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് എന്റെ ജീനിയസ് ഉപയോഗിക്കുന്ന പ്രായവും സമയവും നഷ്ടപ്പെടുത്തിയിട്ട് എന്റെ എല്ലാ രീതിയിലുള്ള ഒരു എൻജോയ്മെന്റ് എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞ് ഇവന് എന്റെ നഷ്ടപ്പെട്ടു പോയ യൗവനം തിരിച്ചു തരാൻ പറ്റുമോ? ഇവര് പറയുന്നുണ്ട് ദൈവം എല്ലാം എനിക്ക് തിരിച്ചു തരുന്നത്. ഒരിക്കലും പറ്റില്ല. ഇവ സമയം പുറകോട്ട് തിരിക്കുവോ? അതാണ് എനിക്ക് ഇവനോട് ഈ ദൈവം എന്ന് പറഞ്ഞ കണ്ടു കഴിഞ്ഞാൽ അവന്റെ മുഖത്തിലിട്ട് ഞാൻ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ അവന്റെ ശ്രേഷ്ഠത കുറച്ചങ്ങോട്ട് ദുഷിക്കണം. കാരണം അവന്റെ പേരിലാണ് ഞാൻ ഈ ഗതികേട് മുഴുവൻ അനുഭവിച്ചത്. ദൈവമൊന്നും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായ കാര്യമാണ്. അതിനകത്തൊന്നും ഒരു സംശയമില്ല. ഇത്രയും വലിയ അണ്ടകടാഹവും ഭൂലോകവും ഭൂഗോളവും ഒക്കെ സൃഷ്ടിച്ച ഒരാൾക്ക് ഒരു കുട്ടിയെ ഇങ്ങനെ ഒരു അനുഭവത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇവനെന്ത് ദൈവം? ഇത്രയും ഗതികെട്ടവനാണോ ദൈവം? ഇവനെ ദൈവം എന്ന് വിളിക്കാൻ പറ്റുമോ? സൃഷ്ടാവാം ദൈവത്തെ പോലും തല്ലാൻ തയ്യാറായി നിൽക്കുന്ന പെൺകുട്ടി, സത്യത്തിൽ ഇവൾ ആരാണ്? അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിലെ ഒരു പാസ്റ്ററുടെ മകളുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇനി നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. പെന്തക്കോസ്ത് ഭവനത്തിൽ ജനിച്ചവൾ, അതും പാസ്റ്ററുടെ മകളായി ജനിച്ചു വീണവൾ, താൻ പിന്തുടർന്ന വിശ്വാസത്തെക്കുറിച്ച് പറയേണ്ടിയവൾ, നല്ല സ്ട്രോങ് ഫെയ്ത്തിൽ പുറത്തു വരേണ്ടിയവൾ, കർത്താവ് യേശുവിനെ ഉയർത്തി കാണിക്കേണ്ടവൾ, താൻ അനുഭവിക്കുന്ന ആശ്വാസവും സമാധാനവും പുറത്തു പറയേണ്ട പെൺകുട്ടി, കർത്താവ് യേശുവിനെ പോലും തള്ളിപ്പറഞ്ഞ് ദൈവത്തെ മുഖത്തടിക്കാൻ തയ്യാറായി നിൽക്കുന്ന പെൺകുട്ടി. എന്താണ് ഇവൾക്ക് സംഭവിച്ചത്? നമ്മളെല്ലാവരും കണ്ടതാണ് ആ വീഡിയോ. അതുകൊണ്ട് തന്നെ ഒന്ന് ചുരുക്കി പറയാം. ഏകദേശം ചെറുപ്പ പ്രായം തുടങ്ങി, അവളുടെ പറച്ചിലനുസരിച്ച് 1ാം ക്ലാസ് തുടങ്ങി ഏകദേശം 20 വയസ്സ് വരെ താൻ അനുഭവിച്ച തിക്ത അനുഭവങ്ങൾ, അതും സെക്ഷൽ അബ്യൂസ്. സ്വന്തം പിതാവിൽ നിന്നല്ല, സ്വന്തക്കാരിൽ നിന്നല്ല, വീട്ടുകാരിൽ നിന്നോ ചുറ്റുപാടിൽ നിന്നൊന്നുമല്ല, ഒരു കൂട്ടം പാസ്റ്റർമാരിൽ നിന്ന് അവൾ അനുഭവിച്ച തിക്ത അനുഭവങ്ങളെക്കുറിച്ചാണ് അവൾ പുറത്തു പറയുന്നത്. ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ അവർക്ക്, അത് ആണായിക്കൊള്ളട്ടെ പെണ്ണായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ, അവർക്ക് വിശ്വസിക്കാൻ പറ്റിയ നല്ല 2 വ്യക്തിത്വങ്ങളാണ് സ്വന്തം മാതാവും പിതാവും എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ പള്ളിയിലെ പാസ്റ്റർമാർ അല്ലെങ്കിൽ അച്ഛന്മാർ, ഇങ്ങനെയുള്ള പുരോഹിത വർഗ്ഗങ്ങൾ. എന്നാൽ അവരിൽ നിന്ന് തന്നെ അനുഭവിച്ച ആ വേദനയേറിയ കാഠിന്യമേറിയ കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്നാണ് അവൾ ഇന്ന് ദൈവത്തെ പോലും തള്ളി പറഞ്ഞുകൊണ്ട് താൻ പുറത്തു വന്ന് പറയുന്ന തൻ്റെ അനുഭവങ്ങൾ പങ്കിടുന്നത്. അപ്പോൾ പലരും അതിൻ്റെ ആ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇട്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഈ പെൺകുട്ടിക്ക് ഭ്രാന്താണോ, ഇവള് മാനസിക രോഗിയാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും നാൾ അവൾ പുറത്തത് പറഞ്ഞില്ല, ഇപ്പോൾ എന്തിനു പുറത്തു വന്നു എന്നൊക്കെ പറഞ്ഞ് പല ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങനെ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരിക്കലും ഞങ്ങൾ എതിരല്ല, കാരണം ആരായാലും ചോദിച്ചു പോകും. പക്ഷെങ്കിൽ ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ അവളെ ഒറ്റയടിക്ക് വിധിച്ച് മാറ്റി നിർത്താൻ ഞാൻ തയ്യാറായില്ല. കാരണം നേഴ്സുമാരെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു കെയർ ടേക്കർ മാത്രമല്ല, അവർ പല ആംഗിളിൽ നിന്നുകൊണ്ടാണ് ഒരു രോഗിയെ ചികിത്സിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും പല രീതിയിൽ ഇവളെ കേട്ടു, റിപ്പീറ്റഡ്ലി പല പ്രാവശ്യം ഞാൻ വീഡിയോ കേട്ടു. അങ്ങനെ ഒരു കെയർ ടേക്കറായി നിന്ന് ആ പെൺകുട്ടിയെ ഞാൻ ശ്രദ്ധിച്ചു. പിന്നീട് ഒരു കൗൺസിലറായിട്ട്, ഒരു അഡ്വക്കേറ്റായിട്ട്, ഒരു എഡ്യൂക്കേറ്ററായിട്ട്, പിന്നെ അവളുടെ ഒരു കോ വർക്കറായിട്ടൊക്കെ നിന്ന് ആ പെൺകുട്ടിയെ ഞാൻ ശ്രദ്ധിച്ചു. അതിൻ്റെ മറുഭാഗത്ത് ഒരു കോ ബിലീവറായിട്ട് നിന്നു, ഒരു ചേച്ചിയെ പോലെ, ഒരു അമ്മയെ പോലെ ഒക്കെ നിന്ന് ആ പെൺകുട്ടിയെ ശ്രദ്ധിച്ചപ്പോൾ പറയുന്നത് മൊത്തം ഭോഷ്കെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാറ്റി നിർത്താൻ എനിക്ക് തോന്നിയില്ല. കാരണം ഇതുപോലുള്ള അനേക സംഭവങ്ങൾ എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ അതിനെയൊക്കെ താരതമ്യം ചെയ്ത് പഠിച്ച് ഞങ്ങളുടെ ഒരു അസസ്മെൻ്റാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ട് അവൾ ഇതുവരെയും പുറത്തു വന്നത് പറഞ്ഞില്ല? അതിൻ്റെ ഉത്തരം അവൾ തന്നെ പറയുന്നുണ്ട്. പൊളിറ്റിക്കലി നല്ല ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു കൂട്ടരാണ് ഈ ആത്മീയ ലോകം എന്ന് പറയുന്നത്. അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും അത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടും നല്ല പക്വതയോടെ ഇതുവരെയും അവൾ കാത്തിരുന്നിട്ട് നല്ലൊരു പ്ലാറ്റ്ഫോം അവൾ തിരഞ്ഞെടുത്തു. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ചാനലിനെ കൂട്ടുപിടിച്ച് അവിടെ വന്ന് തൻ്റെ അനുഭവങ്ങൾ പങ്കിടുകയാണ് ആദ്യം ചെയ്തത്. പിന്നെ തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഇത്രയും നീണ്ട വർഷങ്ങൾ അവൾക്ക് ആവശ്യമായിരുന്നു. ഇപ്പോൾ അവൾക്ക് 29 വയസ്സുണ്ട്. ഈ 29 വയസ്സിനുള്ളിൽ അവൾക്ക് ഒന്നാമത് ആ സാഹചര്യത്തിൽ നിന്നും പുറത്തു വരിക, രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ കാര്യം. അത് അവൾ നന്നായി ചെയ്തെടുത്തു. ഇപ്പോൾ അവൾ കാനഡയിലാണ്. അവളുടെ മാതാപിതാക്കളുടെ അടുക്കൽ നിന്ന് രക്ഷപ്പെട്ട് കാനഡയിൽ വന്നിട്ട് പിന്നീട് അവൾ ചെയ്തത് സൈക്കോളജി അവൾ പഠിച്ചെടുത്തു. സൈക്കോളജി പഠിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് തനിക്ക് എന്താണ് സംഭവിച്ചത്, തൻ്റെ ജീവിതത്തിൽ എന്താണ് അനുഭവിച്ചത് എന്നൊക്കെ അവൾ നന്നായി മനസ്സിലാക്കിയെടുത്തു. ഇപ്പോൾ അവളുടെ സംസാരം കേട്ട് കഴിഞ്ഞാലും നല്ല സ്പിരിച്വൽ ടേംസ് ഉപയോഗിച്ച്, നല്ല മെഡിക്കൽ ടേംസ്, നല്ല സൈക്കോളജിക്കൽ ടേംസ്, പിന്നെ നല്ല ബിഹേവിയറൽ ടേംസ് ഒക്കെ ഉപയോഗിച്ചും അതിൻ്റെ ഭാഗത്ത് അതിനെക്കൊണ്ട് നല്ല ഫിറ്റ് ചെയ്ത് നല്ല വൃത്തിക്കാണ് അവൾ സംസാരിച്ച് തൻ്റെ അനുഭവങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. ഇതൊരിക്കലും ഒരു സ്ക്രിപ്റ്റഡായിട്ട് ഒരാൾക്ക് വന്ന് പുറത്ത് പറയാൻ കഴിയുകയില്ല.
എന്നെ പുറം ലോകത്തിന് കാട്ടിക്കൊടുത്തോ, എൻ്റെ മൊത്തം ഡീറ്റെയിൽസ് കൊടുത്തോ, എൻ്റെ ഫോട്ടോ കൊടുത്തോ എന്നൊക്കെ പറഞ്ഞവൾ വന്നപ്പോഴും അവളുടെ മാന്യത സൂക്ഷിച്ച്, അവളുടെ സ്വകാര്യത സൂക്ഷിച്ച്, അവളെ ഒക്കെ കൊടുക്കാവുന്ന ഡിഗ്നിറ്റിയും മാന്യതയും ബഹുമാനം എല്ലാം കൊടുത്തുകൊണ്ട് ആ ചാനൽ അവളെ സൂക്ഷിച്ച വിധങ്ങൾ അത് തികച്ചും അത് സ്വീകാര്യമായിരുന്നു. അതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കട്ടെ. എന്നാൽ എന്താണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുക? ഞാൻ പറഞ്ഞതുപോലെ റിപ്പീറ്റുകൾ ഞാൻ വീഡിയോ കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ആ പെൺകുട്ടി വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തുന്ന മൂന്ന് വ്യക്തികളെയാണ്. ഒന്ന് അവളുടെ മാതാവ്, 2 പിതാവ്, 3 ഒരു കൂട്ടം പാസ്റ്റർമാർ. എന്നാൽ ഞങ്ങൾ മനസ്സിലാക്കിയ എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻ്റൽ വ്യൂ എന്ന് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ അസസ്മെൻ്റ് എന്ന് പറയാം. ഞങ്ങൾ മനസ്സിലാക്കിയ ഇതിൽ ഏറ്റവും പ്രധാന വ്യക്തി ആരാണ്, അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് തെറ്റെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയതിൽ നിന്നും പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി അവരുടെ ഭവനത്തിൽ പാസ്റ്റർമാർക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. നിശ്ചയമായിട്ടും പെന്തക്കോസ്തുകാരായ പാസ്റ്റർമാർക്ക് പ്രവേശനം സാധ്യമാക്കി കൊടുക്കും. എന്നാൽ ഈ കുടുംബത്തിന് സംഭവിച്ചത് ആ പാസ്റ്റർമാർക്ക് ഒരു സ്വകാര്യത ഒരുക്കി കൊടുക്കാൻ ഒരു ഇടം അവർക്ക് ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. അതൊരുക്കി കൊടുത്തത് മാതാവിനും പിതാവിനും ഒരുപോലെ അതിനകത്ത് പങ്കുണ്ട്. പാസ്റ്റർമാർക്ക് എന്തുകൊണ്ടാണ് ഭവനത്തിൽ പ്രവേശനം ലഭിച്ചു? ഈ പെൺകുട്ടി പറയുന്ന അനുസരിച്ച് ഒന്ന് സിനിമ കാണുക, അല്ലെങ്കിൽ സിനിമ പാട്ട് പാടുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ കൂടുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും റിബല്യസ് ആയിട്ടുള്ള നേച്ചർ കാണിക്കുക, ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ആ മാതാപിതാക്കൾ അസ്വസ്ഥരായിരുന്നു. എന്തുകൊണ്ട് അവർ അസ്വസ്ഥപ്പെട്ടു? ഒന്ന്, ഇവർ പാസ്റ്ററിൻ്റെ ഭാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മക്കൾ എല്ലാ രീതിയിലും മാതൃകയായിരിക്കണം എന്നുള്ള ഒരു കടുംപിടുത്തമായിരിക്കാം ചിലപ്പം കുഞ്ഞുങ്ങളിൽ നിന്ന് അവർ വലിയ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ പാസ്റ്റർമാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് കൊടുത്ത് ഈ കുഞ്ഞുങ്ങളെ നന്നാക്കുവാനാണ് ഇവർ നോക്കിയതെന്നുള്ളതാണ് ആദ്യത്തെ തെറ്റ്. അല്ല, ഒരുക്കി കൊടുത്താൽ തന്നെ ഈ മാതാപിതാക്കളുടെ ഒരു കണ്ണ് എപ്പോഴും ഈ കുഞ്ഞുങ്ങളുടെ മേൽ വേണമായിരുന്നു. അവർ പുറത്ത് വരുമ്പോൾ, കൗൺസിലിംഗ് കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ അവരുടെ ഭാവം എന്താണ്, ഇതുകൊണ്ട് അവർക്ക് നന്മയാണോ തിന്മയാണോ ഉണ്ടായത്, അവരുടെ സൈക്കോളജിക്കൽ ഫീലിങ്സ് എന്താണ്, അല്ലെങ്കിൽ അവരിൽ നിന്ന് അവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ കണ്ടു മനസ്സിലാക്കാനോ അവരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കാനോ ഈ മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ചും മാതാവിന് കഴിഞ്ഞിട്ടില്ല. സ്വന്തം പിതാവിനെ കുറിച്ച് അവൾ പറയുന്നത് ഇങ്ങനെയാണ്: അതുള്ളതും ഇല്ലാത്തതൊക്കെ കണക്കായിരുന്നു. അങ്ങനെ ഒരു മെയിൽ ഫിഗർ, നമ്മളുടെ വീട്ടിലൊരു മെയിൽ ഫിഗർ ഉണ്ടെന്നുള്ള ഒരു പ്രൊട്ടക്ഷനും ഞാൻ അനുഭവിച്ചിട്ടില്ല അയാളിൽ നിന്ന്. ഒരു മെയിൽ ഫിഗറാണ്, ഒരു വീട്ടിലെ കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുന്നത് ഒരു മെയിൽ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് വെച്ചിട്ടല്ല, എന്നാലും ഒരു സ്ട്രോങ് ഫാദർ ഫിഗറായിട്ട് അയാൾ എൻ്റെ ജീവിതത്തിൽ ഒരു റോളും ഒരു ഇൻഫ്ലുവൻസും അയാൾക്ക് ആ ഫാമിലിയിലോ എൻ്റെ ജീവിതത്തിലോ ചെലുത്താൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മളെ വിക്ടിം ഷെയിം ചെയ്യാന്നല്ലാണ്ട് നമ്മളിനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, അവർ പറയുന്നത് നമ്മളുടെ ഇത് ഞാനൊരു പ്രാവശ്യം ഇവരുടെ ഭാര്യയെക്കുറിച്ച് തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയാം, അവളനി അങ്ങനെ ചെയ്താൽ പോലും നമ്മളത് പുറത്ത് പറയാൻ പാടില്ലെന്നാണ് പറയുന്നത്. അതായത് അയാൾക്കാരുടെ ഫാമിലിയാണ് വലുത്. ഇനിയിപ്പോൾ പിന്നെ ഇവരെ പേടി, ഇവരെ നല്ല ഭയമുണ്ട്. കാരണം ഇവൾക്ക് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു സ്ത്രീയാണ് ഇവർ. സ്വന്തം പിതാവിനെ കുറിച്ച് അവൾ പറയുന്നത് അതൊരു മെയിൽ ഫിഗർ എന്ന് മാത്രമേ ഉള്ളൂ, അതിനെക്കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, സ്വന്തം ഭാര്യയെ അയാൾക്ക് പേടിയായിരുന്നു. അങ്ങനെയെങ്കിൽ ചോദ്യം, എന്തുകൊണ്ടാണ് മാതാവ് അവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നു? ആ ചോദ്യത്തിന് മറുപടി നമുക്ക് പുറകാലെ കേൾക്കാം. ഇനിയും സ്വന്തം മാതാവിനെ കുറിച്ച് പറയുന്നതോടെ നമുക്ക് കേൾക്കാം. പ്രത്യേകിച്ച് എൻ്റെ മദർ ഈ ഒരു കാര്യത്തിൽ വളരെയധികം മറ്റ് പാസ്റ്റർമാർ നമ്മളെ അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മളെ വയലേറ്റ് ചെയ്യുമ്പോൾ അതിനെ എൻകറേജ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരാളാണ്. ഉള്ളിക്കൂടെ, പുറമെ പ്രത്യക്ഷത്തിലൊന്നും ഇല്ലെങ്കിലും ഉള്ളിക്കൂടെ എല്ലാം അറിഞ്ഞുകൊണ്ട് എല്ലാം ചെയ്തു കൊടുത്തിട്ടുള്ള എല്ലാ സൗകര്യം ഇവൾക്ക് ഭയങ്കരമായിട്ട് ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ നമ്മുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കോഗ്നിറ്റീവ് ഡിസോണൻസ് കേട്ടിട്ടുണ്ടോ? നമ്മൾ ഒരേ സമയം സത്യത്തിലും അസത്യത്തിലും വിശ്വസിക്കുന്ന ഒരേ അവസ്ഥ. അതൊരു ഇമോഷണൽ റോളർ കോസ്റ്റർ പോലെ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ ഇവൾ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ഡ്രാമയിൽ നമ്മൾ ഇൻവോൾവ് ആയി, നമ്മൾ വേദനിക്കപ്പെടുമ്പോൾ, അതായത് നമ്മൾ ഹേർട്ടായിട്ട് നമ്മൾ നിന്ന് കരയുമ്പോൾ ഇവൾ ഭയങ്കരമായിട്ട് സ്നേഹം നടിച്ച് എന്താ മോനെ പറ്റിയേ, എന്താ എൻ്റെ കുഞ്ഞിന് എന്താ പറ്റിയേന്നും പറഞ്ഞുകൊണ്ട് ഇവളങ്ങോട്ട് നടിക്കും. എന്നിട്ട് നമ്മൾ ഇവളങ്ങോട്ട് സമാധാനിപ്പിക്കും. അങ്ങനെ ഒരു കംഫർട്ട് സോൺ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ നമ്മളെ അവളുടെ ഒരു വലയത്തിലാക്കി. ഇതൊന്നും വേണ്ട, ഇതൊന്നും പറയണ്ട. പിന്നെ നമുക്ക് അവളോട് വരുന്ന ഒരു വികാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ലവ്. ആ ഒരു വികാരമാണ് നമുക്ക് പിന്നെ അവളോടുള്ളത്. പിന്നെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഇല്ല. പിന്നീട് അവൾ ഇത് ബ്രേക്ക് ചെയ്യും. പിന്നെ അവൾ വേറെ ആൾക്കാരെ കാണുമ്പം അടുത്ത ഫേസിലോട്ട് പോകും. ഒരു വല്ലാത്തൊരു സെഡക്റ്റീവ് നേച്ചർ ഉണ്ട് ഇവർക്ക്. അതായത് ഒരു ദിവസം ഒരാളുമായിട്ട് മുറിയിലിട്ട് പൂട്ടിയിട്ട് തന്നെ ഒരുത്തനെ കൊണ്ടുവന്നിട്ട് ഇവരൊരു വല്ലാത്തൊരു അറ്റൻഷൻ സീക്കറാണ്. ഇവർക്ക് പാസ്റ്റർ ഭാര്യയായിട്ട് ചമഞ്ഞൊരുങ്ങി പ്രാർത്ഥിച്ച് പ്രബോധിപ്പിച്ച് എവിടെയെങ്കിലുമൊക്കെ WMC മീറ്റിങ്ങിൻ്റെ ഒക്കെ എന്തോ ഒരു സെക്രട്ടറി ഒക്കെയാണ് ഇവള്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എല്ലാവരും ഉപദേശിച്ച്, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നില്ല, ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണാം, ഈ വീൽഡ് സിഡക്ട്രസ് എന്നൊക്കെ പറഞ്ഞ ഒരു കൺസർവേറ്റീവ് അറ്റ്മോസ്ഫിയറിൽ എല്ലാവരെയും അങ്ങോട്ട് വിധിച്ച്, ബാക്കിയുള്ള ദൈവത്തെയൊക്കെ പുച്ഛിച്ച്, ബാക്കിയുള്ള അന്യമതസ്ഥരെയും കമ്മലിമാല ഇടുന്നവരെയൊക്കെ പുച്ഛിച്ചിട്ട് അവരെയൊക്കെ അങ്ങോട്ട് ജഡ്ജ് ചെയ്ത് പിന്നെ ഉള്ളിക്കൂടെ ഈ സുഖം അനുഭവിക്കുന്ന ഒരു പ്രത്യേക ഒരു ക്യാരക്ടർ ഉണ്ട് ഇവർക്ക്. എനിക്ക് ഇവള് മനുഷ്യ സ്ത്രീയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇന്നും ഉത്തരവില്ല. ഇന്നും ഇവളോട് സംസാരിച്ചാൽ ഇവളുടെ ഓവർ കോൺഫിഡൻസ് എനിക്ക് ഇന്നും മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ഞാൻ ഇവളെ കൊന്നുപോകും. ഒരു വല്ലാത്തൊരു സെഡക്റ്റീവ് നേച്ചർ ഉണ്ട് ഇവർക്ക്. അതായത് മാതാവിനെ കുറിച്ചാണ് അവൾ വാദോരാതെ സംസാരിക്കുന്നത്. പിതാവിനെ കുറിച്ച് 2 കൂട്ടം കാര്യം പറഞ്ഞു, പാസ്റ്റർമാരെ കുറിച്ചും 2 കൂട്ടം കാര്യം പറഞ്ഞ് അവൾ നിർത്തി കളയുന്നു. എന്നാൽ മാതാവിനെ കുറിച്ച് വാദോരാതെ പറയുന്നു. അവസാനം അവൾ പറയുന്നു, ഈ മാതാവിന് ഒരു സെഡക്റ്റീവ് നേച്ചർ ഉണ്ട്.
ദൈവത്തിൻ്റെ വചനം പറയുന്നു 5 കൂട്ടം സെഡക്ഷൻ സ്പിരിറ്റിനെ കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്. അവസാനമായിട്ടുള്ള സ്പിരിറ്റ് എന്ന് പറയുന്നത് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ പറയുന്നു, സകല വ്യാജഭാവത്തോടെ ഇത് വെളിപ്പെട്ട് വന്നിട്ട് അവസാനം മറ്റുള്ളവരുടെ ദൈവവിശ്വാസത്തെ എടുത്തു കളയുക. ദൈവം ഇല്ല എന്ന് പെൺകുട്ടി പറയുന്ന പോലെ തന്നെ ദൈവമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കത്തക്ക രീതിയിൽ അവരെ ദൈവവിശ്വാസത്തെ ത്യജിക്കുന്ന രീതിയിൽ കൊണ്ടെത്തിക്കുന്ന ഒരു സ്പിരിറ്റാണ് ആ സെഡക്റ്റീവ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ആ സെഡക്റ്റീവ് സ്പിരിറ്റ് ഈ മാതാവിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സ്പിരിറ്റ് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാദ്യം നമ്മുടെ കണ്ണുകളെ അന്ധമാക്കും, നമ്മുടെ ബുദ്ധിയെ അത് കെട്ടും, നമ്മുടെ മനസ്സിനെ അത് കെട്ടും, ആകെ മൊത്തം നമ്മളെ ചങ്ങലയിലാക്കിക്കൊണ്ട് പിന്നെ അവരുടെ ഒരു എന്തോ റിമോട്ട് കൺട്രോളിലാണ് നമ്മൾ പിന്നെ ചലിക്കുന്നത്. അത് തന്നെയാണ് പിതാവിനെ സംഭവിച്ചത്. പിതാവിനെ അത് നിർജ്ജീവമാക്കി. പിതാവിനോട് ഡോമിനേറ്റ് ചെയ്യാൻ കഴിയാതെ വണ്ണം ഈ സ്പിരിറ്റ് ആ പിതാവിനെ നിർജ്ജീവമാക്കി. പാസ്റ്റർമാർ കടന്നു വരുന്നത് ഈ കുട്ടിയെ അബ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞല്ല വരുന്നത്, പക്ഷെങ്കിൽ ഈ ഭവനത്തിൽ കാല് വെച്ച് കഴിയുമ്പോൾ ഈ സ്പിരിറ്റ് അവരെയും ഡോമിനേറ്റ് ചെയ്യുന്നു. പിന്നെ ഈ സ്പിരിറ്റ് പറയുന്നതനുസരിച്ചാണ് ആ പാസ്റ്റർമാർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനെ കണ്ട് വെളിപ്പാടിൻ്റെ കണ്ണിൽ കണ്ട് അതിനെ ശാസിക്കാനോ അതിനെ ബന്ധിക്കാനോ ആ സ്പിരിറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ രീതിയിലും ഈ സ്പിരിറ്റാണ് അവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ആ പെൺകുട്ടി പലയിടത്തും പറയുന്നുണ്ട്, എന്നെ ചങ്ങലയിട്ട് കെട്ടിയ പോലെ ഒരു അനുഭവമായിരുന്നു, എൻ്റെ ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല, ആകപ്പാടെ എൻ്റെ മാനസികമായി ഷാർട്ടഡ് ആയിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. അങ്ങനെ അന്വേഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കില്ലായിരുന്നു. നമ്മൾ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യണേ പല രീതിയിൽ അവൾ പ്രൊജക്ട് ചെയ്തത് പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ മാതാവിൽ നിൽക്കുന്ന സെഡക്റ്റീവ് സ്പിരിറ്റാണ്. അതിനെ ജയിക്കുവാൻ ആ ഭവനത്തിൽ അല്ലെങ്കിൽ ആ കയറി വരുന്ന പാസ്റ്റർമാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിശ്ചയമായിട്ടും ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ഉപദേശിമാരെ നിങ്ങൾ സ്നേഹിക്കുന്നത് നല്ലത്, അവരെ മാനിക്കുന്നത് നല്ലത്, അവരെ വിശുദ്ധന്മാരെ കാണുന്നത് നല്ലത്. പക്ഷേ ഒരു കൈപ്പാടകലെ നിങ്ങൾ അവരെ നിർത്തിയിരിക്കണം. ഇല്ലെങ്കിൽ ചെകുത്താൻ നിശ്ചയമായും ശുശ്രൂഷകരുടെയും ദൈവമക്കളുടെയും ജീവിതം അപകടത്തിൽപ്പെടുത്തും എന്നതിലുപരി ദൈവനാമത്തിന് അപമാനമുണ്ടാക്കുമെന്ന വസ്തുത തിരിച്ചറിഞ്ഞിരിക്കണം. ദൈവത്തിന്റെ മുഖത്തടിക്കുമെന്ന് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളത് തന്നെ യേശു ഒരു ഉപമ പറഞ്ഞിട്ടു. പലവട്ടം പല പ്രാവശ്യമായി വന്ന് എൻ്റെ പ്രതിയോഗിയുടെ കയ്യിൽ നിന്നെ രക്ഷിക്കണം എന്നൊരു വിധവ പറയുമ്പോൾ ശതാധിപനായ മനുഷ്യൻ, ദൈവത്തെ ഭയവുമില്ല മനുഷ്യനെ ശങ്കയുമില്ലാത്ത ശതാധിപൻ പറയുന്നു, പലവട്ടമായി അവൾ എൻ്റെ അടുക്കൽ വരുന്നു, ഇനിയും ഞാൻ അവൾക്ക് രക്ഷ വരുത്താതെ പോയി കഴിഞ്ഞാൽ അവൾ എൻ്റെ മുഖത്തടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ വിധവയ്ക്ക് രക്ഷ വരുത്തി കൊടുക്കുന്നതാണ് കാണുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ പെൺകുട്ടി ചെറുപ്പം മുതൽ ദൈവത്തിൽ ഇവൾ ആശ്രയിച്ചിട്ടുണ്ട്, ദൈവത്തോട് ഇവൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ശരിക്കും പ്രാർത്ഥിക്കാനോ പോരാടാനോ അറിയാത്ത ഒരു സാഹചര്യമായിരുന്നു നമ്മുടെ ചെറുപ്പകാലം എന്ന് പറയുന്നത്. തന്നെയുമല്ല വളരെ ഷാർട്ടഡ് ആയിരിക്കുന്ന ഒരു മാനസിക അവസ്ഥ. അതിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഒന്നും അവൾക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ രക്ഷിക്കുവാൻ കഴിയാത്ത ഒരു ദൈവത്തെ വിശ്വസിക്കാൻ ഇന്ന് അവൾ തയ്യാറായിട്ടില്ല. വിശ്വാസം ത്യജിച്ച് ദൈവം ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ അവൾ ഉറച്ചു നിൽക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ആദ്യം ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം, എങ്കിൽ മാത്രമേ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയുകയുള്ളൂ. ഇതേ ഒരു അനുഭവമാണ് സിസ്റ്റർ ജോയ്സ് മേയറിനും ഉണ്ടായിട്ടുള്ളത്. സ്വന്തം പിതാവിൽ നിന്ന് പലവട്ടമായി ബലാത്സംഗത്തിന് ഇരയായി തീർന്ന പെൺകുട്ടി അവളുടെ മാതാവിനോട് ചെന്ന് പറയുമ്പോൾ മാതാവ് പറയും, മിണ്ടരുത്, നമുക്കത് നാണക്കേടാന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തെ തിരിച്ചു കളയുമായിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ തള്ളി പറയുകയോ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോവുകയോ ചെയ്യാതെ കൊണ്ട് ക്രിസ്തുവിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ പെൺകുട്ടി ഇന്ന് യേശുവിനെ വിളിച്ചു പറയുന്ന ഒരു പ്രാസംഗികയായി മാറിയിരിക്കുന്നു. എന്നാൽ ഈ പെൺകുട്ടി നേരെ മറിച്ച് ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് ദൈവത്തിന്റെ മുഖത്തടിക്കാൻ തയ്യാറായി നിൽക്കുന്നു. എന്നാൽ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് യേശുവിലേക്ക് മടങ്ങി വന്നാൽ നിശ്ചയമായിട്ടും ഈ പെൺകുട്ടിയെ ദൈവം സൗഖ്യമാക്കി ഇവളെ അനേകരെ ഇതുപോലെ ബ്രോക്കൺ ഹാർട്ടായിരിക്കുന്ന അനേകം പൈതങ്ങളെ രക്ഷിക്കുവാൻ തക്കവണ്ണം നല്ല ഒരു ആയുധമാക്കി ദൈവം ഉപയോഗിക്കുന്നുള്ള ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ പെൺകുട്ടിയെ സഹായിക്കട്ടെ.